അപ്പോൾ അവരുടെ സ്പൈസ് ടൂർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ടൂർ പ്രോഗ്രാമിങ് ഉണ്ട് കേട്ടോ. സ്പൈസ് ടൂർ അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ്. അപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു പോകാൻ ഇതില്ല. പിന്നെ നമ്മൾ കാണാത്ത സംഭവങ്ങൾ വളരെ കുറവാണ്. നമുക്കറിയാവുന്ന കുറേ സംഭവങ്ങൾ തന്നെയാണ് സ്പൈസ് ടൂറിലുള്ളത്. പക്ഷേ എന്ന് വെച്ചിട്ട് അത് അറിവുകളാണ്, ഡീറ്റെയിലിംഗ് ഉണ്ട്, പകർന്നു കൊടുക്കേണ്ട അറിവുകളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പൈസ് ടൂറിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. ചില ചെടികളെ കുറിച്ചിട്ട് നിങ്ങളിവിടെ നേരിട്ട് വരുമ്പോൾ ഒന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതൊക്കെ ഉള്ളൂ. നമുക്കതിൻ്റെ ഈ ടൂറിൻ്റെ ഇത് കാണിച്ചത്. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ നമ്മൾ മറ്റേ ചെറിയ ചെടിച്ചട്ടിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഇതിലുള്ളത് വാഴയാണ്. ഓരോ ടൈപ്പ് വാഴകളുണ്ട് കേട്ടോ. ഒരു വാഴ മാത്രമല്ല, പല തരത്തിലുള്ള വാഴകളുണ്ട്. പിന്നെ കവുങ്ങുണ്ട്, കവുങ്ങോടെ ഏറ്റവും കൂടുതലുണ്ട്. പിന്നെ ഈ മരം എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു കാട്ടുമരമാണ്. അടയ്ക്കാമരത്തിൻ്റെ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള കുറേ ഇവിടെ വച്ചിട്ടുണ്ട്. വാഴകൾ പെട്ടെന്ന് കുലയ്ക്കുന്ന വാഴകളും അങ്ങനെ സംബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടയ്ക്കാമരത്തിൻ്റെ ഇത് ഞാൻ കുറേ നാളായി നമ്മുടെ നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കും, നടന്നില്ല. ഗോവൻ അടയ്ക്കാമരം കാണിക്കുന്നു. നൈസല്ലേ? അടയ്ക്ക പാകമായതുകൊണ്ട് പാകമാവാത്തതുണ്ട്. പിന്നെ ഇത് നമ്മൾ കാപ്പി കണ്ടില്ലേ, മേ ബി അതിൻ്റെ ചെറുതാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇങ്ങനെ തന്നെയാണ് കാപ്പിയുടെ ഇലയിരിക്കുന്നത്. ചില കാപ്പികളുടെ അതിൻ്റെ ഒരു വേരിയൻ്റ് ആവാനാണ് സാധ്യത. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിലൂടെ പോയി ഇതൊരു അലങ്കാര ചെടി പോലെയുണ്ട്. എൻ്റെ ഇടയിൽ കണ്ടില്ലേ ദേവൻ. പിന്നെ നമുക്ക് കുരുമുളക് നമ്മൾ പറയും കുരുമുളക് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള സാധനമൊക്കെയാണ്. പക്ഷേ എത്ര പേര് ഈ സാധനത്തിന് നേരിട്ട് കാണാത്തവരുണ്ടാവും? വാസ്തവല്ലേ? പക്ഷെ അത് സമ്മതിക്കാൻ ഭയങ്കര മടിയാണ്. അഭിമാന പ്രശ്നമാണത്. അതുപോലെ ഉണ്ടോ ചെറിയ ഇത് കാപ്പിക്കുരു ഞാൻ പറഞ്ഞില്ലേ, കാപ്പി തന്നെയാണ് കേട്ടോ. കാപ്പി തന്നെയാണ് വേണ്ട. കാപ്പി നമ്മൾ അവിടെ ഉള്ള കാപ്പി ഇത്രയും പൊക്കം പപ്പിക്കാറില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ മടിക്കേരി പോയപ്പോൾ കണ്ടു. അതുമാതിരി കൂർഗിൽ അങ്ങനെ പല സ്ഥലത്തും നമ്മൾ കറങ്ങിയപ്പോൾ ഒത്തിരി കാപ്പികളുടെ ഇത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അതൊന്നും അത്ര വലിപ്പം വയ്ക്കുന്ന ടൈപ്പിലുള്ളതല്ല, വലിപ്പം കുറഞ്ഞുള്ള കാപ്പികളുടെ ഇതാണ് കണ്ടത്. ഇത് അടയ്ക്കാമര കുഞ്ഞ്. പിന്നെ കുറച്ച് നാളായിട്ട് വെട്ടിയിട്ടിരിക്കുന്ന ഒരു മരത്തിൻ്റെ ഇതിൽ എന്താ ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ നാട്ടിൽ പാമ്പൊക്കെ കയറിയിരിക്കുന്നു പറയും. പിന്നെ ഇത് എന്തോ ഒരു പുളി പോലെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു തെങ്ങിൻ്റെ ചുവട് കാണിച്ചട്ടെ. എന്നുണ്ട് ആ വേര് ഇതായിട്ടെ വേണ്ട. വേണ്ട ഏകദേശം ഒരു 10-25 വർഷം ഇങ്ങനെ പഴക്കം ഉണ്ടാവുന്നതാണ് ഈ തെങ്ങിന്. അല്ലെങ്കിൽ ഇങ്ങനെ വേരിറങ്ങൂല, മരത്തിൽ കൂടെ വേരിറങ്ങിക്കണത്.
പിന്നെ ഇവിടെ ജാതിക്ക ഉണ്ട് കേട്ടോ, അവർ വച്ചിട്ടുണ്ട്. ഇത് ജാതിക്കായാണ്, ജാതി മരമാണിത്. പിന്നെ ഇതൊരു തരം ആ ചെടിയിൽ കൂടെ ഒരു വള്ളി കയറി പോയിരുന്നുണ്ടോ, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. വേണ്ട, രസമല്ലേ. പിന്നെ ഇവിടെ ഇത് എന്താ അത്തിമരോ എന്നിട്ടോ, അതിൻ്റെ വല്ല പൂവുണ്ടായി കിടക്കുന്നുണ്ട് അതിനകത്ത്, ആ ഒരു മരത്തിൽ. ചെറിയൊരു എന്തോ ഒരു സാധനം ഉണ്ടായി കിടപ്പുണ്ട്. അത് പൂവുണ്ട്, ഒരു ചുവന്ന കളർ പൂവുണ്ടോ ഉണ്ടായി കിടപ്പുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ അവർ അടുത്ത ടൂറും കൊണ്ട് എല്ലാവരും അവിടെ ഉണ്ട് വഴിക്ക്. അപ്പം നമ്മളങ്ങനെ അവരുടെ കൂട്ടത്തിലല്ല വരുന്നത്. സോ നമ്മളിതിൻ്റെ ഭംഗിയും കൂടി ചേർന്നിട്ട് ആണ്. അപ്പം നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസ് എന്നുള്ള കോൺസെപ്റ്റിൽ ട്രാവൽ ചെയ്താൽ ഇതൊക്കെ നമ്മൾ മാസങ്ങളെടുക്കും കവർ ചെയ്ത് വരുമ്പോൾ. കാരണം ഓരോ ചെടിയുടെയും രാസനാമങ്ങളും ഡീറ്റെയിലിങ്ങും അതെന്തിനാണെന്നും ഏതാണെന്നും എന്തിനൊക്കെ ഡീറ്റെയിലൊക്കെ പറഞ്ഞ് വെറുതെ കൊണ്ടു വരും. വേണ്ടോ, ഇവിടെ നമ്മുടെ തേൻ കുടിക്കണ പൂ, തേൻ കുടിക്കണ പൂ വെള്ളം അല്ലേ. പിന്നെ നമ്മളിത് ഈ സ്പൈസ് വില്ലേജിൻ്റെ ഉള്ളിൽ എന്തോ വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കയറി പോകുന്നത്. ഇത് അവർ ഇറിഗേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കണ ഒരു ചെറിയതാണ്. ഇത് നമ്മുടെ ചെറിയ പുളിയാണത്, പുളി. ഇത് മറ്റേ have you had that kokum curry down there? That digestive juice, did you try? പുളിയാണ്. ഇത് നമ്മുടെ മറ്റേ ചെത്തിപ്പൂ, ഇത് നമ്മുടെ പുളിമരം. ആ പുള്ളിമരത്തിൻ്റെ ചെറുതാണ് ആദ്യം കണ്ടത്. പിന്നെ നമുക്ക് ഇവിടെ നമ്മളെ കണ്ണിൽ പെട്ടിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ദിവനാണ്. വേണ്ട, നൈസല്ലേ നോക്കിയാൽ, നൈസല്ലേ. അതെ. പിന്നെ ഇങ്ങനെ മരത്തിലൂടെ വളർന്ന് നിൽക്കുന്ന ചെറിയ വള്ളിച്ചെടി. പിന്നെ ഇവിടെ കണ്ടതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കാണാനായിട്ട് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവുണ്ട്, എവിടേക്കും ഉണ്ട്. ഒറ്റപ്പാലം ഭാഗത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് കാണാം. വളരെ കുറവാണ് ഇങ്ങനത്തെ ഒരു വീഡിയോകൾ ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ വീഡിയോകളുണ്ട് ഇവിടെ. സ്പൈസ് ഗാർഡൻ ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം, വേണമെങ്കിൽ തിരിച്ചും പോവാം. നമുക്ക് എന്തായാലും ഇങ്ങനെ ഒന്ന് പോയി നോക്കാം. മനുഷ്യനുണ്ടല്ലോ, കയറ്റമാണേ, നടന്ന് അവശതേ. കഴിഞ്ഞ പ്രാവശ്യം കൊളസ്ട്രോൾ നോക്കിയപ്പോൾ 280 90 എന്തോ ഉണ്ടായി. ട്രൈഗ്ലിസറീഡ്സ് ആണെങ്കിൽ 265. മിക്കവാറും അടുത്ത പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ മാറിക്കോളും. പുളി, പിന്നെ നല്ല വലിയ വണ്ണമുള്ള മരം, കംപ്ലീറ്റ് സ്പൈസസ് കൊണ്ടൊരു ഗാർഡൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ആലോചിക്കാവുന്നതാണ്. കാരണം വളർന്നു വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ 80s കിഡ്സിന് 90s കിഡ്സിനൊക്കെ ചിലപ്പോൾ ഇത് അത്രയ്ക്ക് ചിലപ്പോൾ സ്ഥിരം കാണുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ ഒതുക്കി കളയും. പക്ഷേ ഒരു 2020+ കിഡ്സിനുണ്ടല്ലോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചിലതൊക്കെ പുതിയ അനുഭവങ്ങളാവും. അതായത്
ഞാനൊരു അനുഭവം പറയാം. ഞാൻ ഇത്രയും നാളും കാണണമെന്ന് വിചാരിച്ചിരുന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു ആഞ്ഞിലി ചക്കയുടെ മരം ഞാൻ 25 വർഷത്തിന് ശേഷമാണ് നീ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. ആഞ്ഞിലി കിടക്കുന്ന ചക്ക ഞാനപ്പോൾ കണ്ടത് എവിടെ നിന്നറിയോ? കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഞാൻ കോട്ടയം കല്ലറ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് വഴിയരികിൽ നിൽക്കുന്ന സാധനം. ഞാൻ അതിനകത്തുനിന്ന് നേരിട്ട് ഞങ്ങളൊരു 5-8 പൊട്ടിച്ച് തിന്ന് നിർവൃതി അടഞ്ഞു. സംഭവം കൊള്ളാം. ഇത് നമ്മളങ്ങനെ സിമ്പിളായിട്ട് തള്ളിക്കളയേണ്ട സാധനമല്ല അത് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരിക, ഇവിടെ ലഞ്ച് കഴിക്കാം, അത് നാച്ചുറലായിട്ടുള്ള നല്ല ലഞ്ച് കഴിക്കാം. നോൺ വെജും ഉണ്ട്, മിക്സ്ഡ് ഉണ്ടോ. എന്നിട്ട് നേരെ അവിടുന്ന് നമ്മൾ ഇതുപോലെ ഓരോ ചെടികളെയും അഗ്രികൾച്ചറിൻ്റെ ആവശ്യകത, നാളെ എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ കഷ്ടപ്പെടുക, ഇറിഗേഷൻ്റെ ഇത്, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ടുള്ളൊരു ട്രെയിനിങ് സെഷൻ വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതൊരു നല്ല ടൂറിസ്റ്റ് സ്കോപ്പുള്ളൊരു സംഭവമാണ്. അത്ര തമാശയ്ക്ക് കളയുന്ന കാര്യമില്ല. ഇത് കൂവയല്ലേ? ഇത് കൂവയാണെന്ന് തോന്നുന്നു. അറിയാവുന്നവർ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേര്. കൂവയാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം, സംശയമൊന്നുമില്ല. എങ്കിലും സോ നൈസ് ടൂർ. പിന്നെ ചിലവർ വിചാരിക്കും ഇതൊക്കെ ഞങ്ങളവിടെ കാണുന്നതല്ലേ സ്ഥിരമായിട്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കുരുമുളക് ഞെട്ടിൽ കിടന്ന് വളരുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ചോദ്യം ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ളവരോടല്ല കേട്ടോ, എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവർ തന്നെ പറഞ്ഞോട്ടെ. വേണമെങ്കിൽ ജാതിക്ക് പറയാൻ പറ്റും നിലവിളി കണ്ണാണ് അപ്പുറത്തെ വീട്ടിൽ കിടക്കണമെന്ന്. പക്ഷേ ഞാൻ കണ്ടിട്ട്, ഞാൻ ചെറുപ്പത്തിലൊക്കെ സ്ഥിരം കണ്ടിരുന്ന സാധനമാണിത്. കൂവയാണ്, കൂവയാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാനില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തമാശ രൂപേണ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളുടെ പേര് പറഞ്ഞില്ലേ, ഇത് ഞാൻ എൻ്റെ ചെറുപ്പത്തിലും എപ്പോഴും ഞാൻ കണ്ടതുകൊണ്ടാണ്. എനിക്ക് ചെടികളോടും മരങ്ങളോടും ഒരു പ്രത്യേക ഇഷ്ടം പണ്ടേ മൂലം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കട്ടെ ഞാൻ എപ്പോൾ ഷോട്ട് വെച്ചാലും ഷോട്ട് നേരെ പ്രകൃതിയിൽ എന്തെങ്കിലും ഭംഗി കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഷോട്ട് തിരിഞ്ഞു പോകും. എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെൻ്റെ ഒരു എന്താ പറയുക, ഒരു ബാലിശമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു മെയിൻ പോയിൻ്റ് ഉണ്ട് അതിനകത്ത്. അതായത് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ 90s കിഡ്സിനും 80s കിഡ്സിനും 2000 കിഡ്സിനും ഒക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ ചെടികളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഈ മരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നും. കാരണം അവരത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ മനസ്സെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അവരുടെ മൈൻഡിലുണ്ടാവും. അത് വെച്ച് അവരിങ്ങനെ ട്രാവൽ ചെയ്ത് പോകണ്ടാവും, മൈൻഡിൽ ട്രാവൽ ചെയ്ത് പോകണ്ടാവും. പക്ഷേ 2020 ജനിച്ച കുട്ടികൾക്ക് മിക്കവാറും ഇതിൽ ചില ചെടികളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതായത് ചെടികളായിരിക്കില്ല, ഈ ചെടികളുടെ ഇതൊക്കെ കാണണമെങ്കിൽ ഫാം ഹൗസുകളിലോ അല്ലെങ്കിൽ വഴി മധ്യ സ്കൂളിൽ നിന്നുള്ള യാത്രയുടെ ഇടയിലോ അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. കാരണം കാലം മാറിപ്പോയി എന്ന് വെച്ചാൽ കാലം മാറിപ്പോയി. നമ്മളങ്ങനെ എല്ലാം സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന കാലഘട്ടം കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ട് നമുക്കൊരു സ്പൈസ് ഗാർഡൻ ഇതുമാതിരി നമ്മുടെ നാട്ടിലുള്ളത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അത് വൻ വിജയമാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്താ പിന്നെ ഇതിൻ്റെ മനോഹാരിത എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. രസമല്ലേ? നമ്മൾ അവിടെ വെച്ച് ഞാൻ കുരുമുളക് നേരിട്ട് കാണിക്കാൻ അവിടെ വെച്ച് ഡാർക്കായിരുന്നു ലൈറ്റ്. ഒരു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ തൂങ്ങിക്കിടക്കുന്നത്. അങ്ങനെ ഇവിടെ ചുമ്മാ കണ്ടിട്ട് പോകുന്നുള്ളതല്ല, ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട് അവർ. എല്ലാ ചെടികളെക്കുറിച്ചും എല്ലാ മരങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് വളരുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടുള്ള ഗുണം എന്താണ്, എന്തൊക്കെ അതുകൊണ്ട് പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് മാർക്കറ്റിൽ. നമ്മൾ
എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെ മെഡിസിൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് അവർ ആധികാരികമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും അറിയാതെ കുറേ കാര്യങ്ങളുണ്ട് അടയ്ക്കയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനകത്ത് കൂടെ നോക്കിയാൽ അല്ലെങ്കിൽ ഇവരുടെ ഈ ഇതിലൂടെ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതീവ രസകരമാണ് ഇവിടുത്തെ ഒരു എക്സ്പ്ലനേഷനും പരിപാടികളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ കുനിഞ്ഞ് വന്നത് വെച്ചാലേ അവരിങ്ങനെ ഓരോ സെഗ്മെൻ്റായിട്ട് ഓരോ ടീമായിട്ട് അവർ ക്ലാസ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് നമ്മൾ പിന്നെ എല്ലാം ഭയങ്കര തെളിഞ്ഞ ആൾക്കാരാണല്ലോ. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇതേ സാധനം കുറേ വർഷങ്ങൾ പഴകിയ ഒരു തെങ്ങാണത്. ഉണ്ട്, വർഷങ്ങൾ പഴക്കമുള്ളൊരു തെങ്ങാണിത്. ഇതൊക്കെ കണ്ടു കിട്ടാൻ ഭയങ്കര പാടാ. വേണ്ട 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 വേര് അങ്ങനെ ഇറങ്ങിയിട്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വിശേഷങ്ങളും വർത്തമാനങ്ങളും കാഴ്ചകളും ആയി വീണ്ടും 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 നമ്മൾ പുതിയ വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡൂൺ കെ ജാവുങ്കെ ചോദിച്ച് പോവും. നമ്മൾ കാണും, വീണ്ടും കാണും, അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണും. ഓക്കേ, ഇടയ്ക്ക് ചിലപ്പോൾ റോഡ് ട്രിപ്പ് കടിക്കും. ഓക്കെ, ദെൻ ബൈ.